വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ 28 കഴിഞ്ഞപ്പോൾ ആ സമരം നിലവിട്ടു. കൃത്യമായി പറഞ്ഞാൽ നിലം വിട്ടു മരത്തിന്മേൽ കയറി. വനത്തിലിരിക്കുന്ന സുമിത്ത് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സബ് കളക്ടർ സമരക്കാരുമായി സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക. സുമിത് കേൾക്കുന്നുണ്ടോ? സബ് കളക്ടറാണ്. സുമിത് താഴെ ഇറങ്ങുന്നത് കാണാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. സർക്കാരിനോട് സംസാരിക്കാം. ഞങ്ങളുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് നേരത്തെ സുഹൃത്തുക്കൾ ഞങ്ങളോട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്. സുമിത്തിനും സുഹൃത്തിലെ സുഹൃത്തുക്കളോടായിട്ട് പറയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിനോട് അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിന്ന് നേരിട്ട് തന്നെ പോയി അവതരിപ്പിക്കും. മുൻപോട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുമാണ് പ്രതീക്ഷ കേട്ടോ. അതെ, ആ ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ മറ്റേ സൈഡിലാണ്. മാഡം സംസാരിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മറ്റേ സൈഡിലാണുള്ളത്. അവിടെ ആ കുട്ടികളടുത്ത് പറഞ്ഞ അവരെ പറഞ്ഞാൽ മാത്രമേ മേളിൽ ഇറങ്ങത്തുള്ളൂ. അവരെ പറഞ്ഞാൽ അതെ മേഡം അവരെ പറഞ്ഞാൽ ഇറങ്ങത്തുള്ളൂ. എല്ലാം പത്രത്തിലൂടെ മേഡം SC/ST ആക്ട് ഓക്കെ. SC/ST ആക്ട് പ്രകാരം വ്യക്തിനാരെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയും ദിവസമായിട്ട് നടക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. കളക്ടറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം നിങ്ങളെ എത്തിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുമുള്ളത്. നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ പക്കൽ ഞങ്ങളുടെ നിയമപരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ അവതരിപ്പിക്കും എന്നുള്ള ഒരു വാഗ്ദാനം നൽകുകയാണ്. ഇതിനുശേഷം തീർച്ചയായിട്ടും പോയി ചെയ്യുകയും ചെയ്യും. പാസ്പോർട്ട് സറണ്ടർ ചെയ്യിപ്പിക്കാനുള്ള നടപടികളാണ്. മേഡം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനി മണ്ണെണ്ണ കൊണ്ട് കയറും, ടവറിൽ കയറും. 3 ആവശ്യങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ മൂന്ന് ആവശ്യങ്ങളും തീർച്ചയായിട്ടും തിരിച്ച് കളക്ടറിനോടും പോയി അവതരിപ്പിക്കാം. അതിനുശേഷം സർക്കാരിനോടും അവതരിപ്പിക്കുന്നതാണ്.
വന്നേക്കുന്നത് കേട്ടോ. വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾക്ക് പറയാം. CM സഖാവ് ഇതിലൊന്നും ഇടപെടരുത് എന്നാണ് പൊളിമിക്സിൻ്റെ അഭിപ്രായം. ഏത് സമരമാണെങ്കിലും നീണ്ടങ്ങ് പോയാൽ താനേ നിലച്ചുകൊള്ളും. സർക്കാർ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സമരങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും നീണ്ടുപോവുകയാണെങ്കിൽ ആ സമരപ്രദേശത്തെ മരങ്ങളങ്ങ് മുറിച്ചു മാറ്റിയാൽ മതി.